ചുമ്മാ പറയുന്നത്. അദ്ദേഹം 3 വർഷമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്. അത് നിങ്ങൾക്ക് ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ആക്സിഡൻ്റ് ആയപ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. പുള്ളി പോയിട്ട് ഇങ്ങനെ എൻ്റെ വണ്ടിയെ തട്ടിയെന്ന് പറയുകയും ചെയ്തു. രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താൻ കഴിയുന്ന ആ 8 മണിക്കൂർ എന്ന നിർണായക സമയം ഒളിവിലിരുന്ന് തള്ളി നീക്കിയ താരത്തിന് പിന്നിൽ ഒരു അതിബുദ്ധിമാന്റെ ഉപദേശമുണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ വെച്ച് 2 യുവാക്കളെ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പാഞ്ഞ മണിയൻപിള്ള രാജു കൃത്യം 11 മണിക്കൂർ പിന്നിട്ടപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുന്നത്. രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്താൻ കഴിയുന്ന ആ 8 മണിക്കൂർ എന്ന നിർണായക സമയം ഒളിവിലിരുന്ന് തള്ളി നീക്കിയ താരത്തിന് പിന്നിൽ ഒരു അതിബുദ്ധിമാന്റെ ഉപദേശമുണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാതെ പോലീസ് വെട്ടിലായിരിക്കുകയാണ്. നിലവിലിപ്പോൾ മണിയൻപിള്ള രാജുവിൻ്റെ രക്തപരിശോധന നടത്തിയിരിക്കുകയാണ്. ഈ ഒരു പരിശോധനാ ഫലം ഇനി പുറത്ത് വരേണ്ടതുണ്ട്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നലെ ഓടിച്ച കാർ നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു നടൻ്റെ ഈ ഒരു കുബുദ്ധിയിൽ നിലവിലിപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി പറയാനുള്ളത്. താരത്തിൻ്റെ പുതിയ പ്രതികരണത്തിൽ വലിയ അസ്വാഭാവികതയാണ് നിലനിൽക്കുന്നത്. തനിക്ക് ചിക്കൻ ഗുനിയാണ് എന്നും അതുകൊണ്ടാണ് രാത്രി സ്റ്റേഷനിൽ വരാതിരുന്നത് എന്നുമാണ് രാജുവിൻ്റെ മൊഴി. എന്നാൽ ചിക്കൻ ഗുനിയ ബാധിച്ച് അവശനായ ഒരാൾ രാത്രി ട്രിവാൻഡ്രം ക്ലബിലെ പൊതുപരിപാടിയിൽ സംബന്ധിക്കാൻ പോയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമില്ല. താൻ ഭയന്നുപോയി എന്നും സുഹൃത്തുക്കളെ വിളിച്ച് ആംബുലൻസ് ഏർപ്പാടാക്കാൻ പറഞ്ഞു എന്നുമാണ് രാജു പറയുന്നത്. പരിക്കേറ്റ നിവേദിനെയും സൂരജിനെയും രക്തം വാർന്ന നിലയിൽ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ശേഷം സുഹൃത്തിനെ വിളിച്ചു എന്ന് പറയുന്നത് കൊലപാതക ശ്രമത്തിന് തുല്യമായ കുറ്റമാണ് എന്ന് നിയമവിദഗ്ധരും പറയുന്നുണ്ട്. എന്തായാലും അതീവ കൃത്യവിലോപമാണ് നിലവിലിപ്പോൾ നടൻ നടത്തിയിരിക്കുന്നത്. ചിക്കൻ ഗുനിയ പടരുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവർ പൊതുസ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് തെറ്റിച്ചതും നിയമപരമായി കുറ്റകരമാണ്. അപകടം നടന്നയുടൻ താരം ഒരു ഉന്നതനെ ബന്ധപ്പെട്ടതായും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തടി തപ്പിയത് എന്നുമാണ് ലഭിക്കുന്ന വിവരം. രാത്രി താരത്തിൻ്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ രാജു വീട്ടിലുണ്ടായിരുന്നിട്ടും മ്യൂസിയം പോലീസ് പിടികൂടിയില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. എന്തായാലും കൃത്യം 11 മണിക്കൂർ കഴിഞ്ഞ് മദ്യത്തിൻ്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് താരം സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ പരിശോധന നടത്തി മദ്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതായുള്ള സംശയവും നിലവിലിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഭയം കാരണമാണ് നിർത്താതെ പോയത് എന്നും വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കായിരുന്നു എന്നുമുള്ള വൈകാരിക വാദങ്ങൾ നിരത്തി രക്ഷപ്പെടാനുള്ള ശ്രമവും നടൻ നടത്തിയിട്ടുണ്ട്. അവിടെ സുബ്രഹ്മണ്യ ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. ഭരത് മെമ്മോറിയൽ ടെന്നീസ് ടൂർണമെൻറ്റ്. അതിൻ്റെ സമാപന ചങ്ങടി പങ്കെടുക്കാൻ വേണ്ടി വന്ന ചുമ്മാ പറയുന്നത്. അദ്ദേഹം 3 വർഷമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്. അത് നിങ്ങൾക്ക് ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടു. നമ്മളവിടെ വന്ന് ഇത് അവിടെ നിന്ന് സുബ്രഹ്മണ്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് വളയിൽ വന്നപ്പോൾ വന്ന് ഇടിച്ചതാണ്. പറഞ്ഞല്ലോ, ക്ലബിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ രാത്രി 9 മണിയായുള്ളൂ. തിരിച്ചപ്പോൾ ഒരു ബൈക്കുമായിട്ട് ആക്സിഡൻ്റ് ആയി. ആക്സിഡൻ്റ് ആയപ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. പുള്ളി പോയിട്ട് ഇങ്ങനെ എൻ്റെ വണ്ടിയെ തട്ടിയെന്ന് പറയുകയും ചെയ്തു. അതിപ്പോൾ ഇങ്ങനെ അത് ക്യാമറയിൽ നോക്കിയാൽ അറിയാം. അവിടെ നമ്മുടെ അവിടെ ക്ലബിലുള്ളവരൊക്കെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടിയെന്ന് പറഞ്ഞു. പറഞ്ഞു മാറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മോന്റെ വീടുണ്ട് ടെന്നീസ് ക്ലബിന്റെ പുറകിൽ. അവിടെ വണ്ടി ഇട്ട് അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. വണ്ടി ഇപ്പൊ തന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് എടുത്തത്. അല്ല, അദ്ദേഹം അറിയിച്ചില്ല. നമ്മളെ വിളിച്ച് പറഞ്ഞു. മാറ്റിയൊന്നുമില്ല. റോഡിലെ ടെന്നീസ് ക്ലബിന്റെ പുറകെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. റോഡ് സൈഡിൽ ഇപ്പൊ വന്ന് പോലീസ് വന്ന് എടുത്തോണ്ട് വന്നല്ലേ. നമ്മൾ താക്കോല് കൊടുത്ത് പോലീസ് വന്ന് എടുത്തോണ്ട്
അവിടെ നിന്ന് അദ്ദേഹം ആ വീടാണല്ലോ അത്. ഇന്നലെ അവിടെയാണ് തങ്ങിയത്. ശരി, കവടിയാർ പുള്ളിയുടെ ശരിക്കുള്ള വീട്, കാരണം അതിൻ്റെ പുറകിൽ. ഒടുവിൽ നടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ദൃശ്യം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ വ്യക്തമാകുന്നത് ഈ വാഹനം, അതായത് മണിയംപിള്ള രാജു ഓടിച്ച വാഹനം പൂർണ്ണമായും ഈ വാഹനത്തിൻ്റെ മുൻഭാഗം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മണിയംപിള്ള രാജു അതേസമയം പറഞ്ഞു വെക്കുന്നത് ആ ബൈക്കുകാർ ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വരും മണിക്കൂറിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധന, അതായത് ഇദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഫലം പുറത്തു വരുന്നതോടുകൂടി ഈ ഒരു കേസിൻ്റെ ഏകദേശ ചിത്രം പുറത്ത് വരുന്നതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.